തമിഴ്നാട് നിയമസഭയിൽ ഗവർണർ തള്ളിയ നയപ്രഖ്യാപനം വായിച്ച് സ്പീക്കർ. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തമിഴ് പരിഭാഷയാണ് സ്പീക്കർ എം അപ്പാവു വായിച്ചത്. വസ്തുതാപരമായും ധാർമ്മികമായും അനുകൂലിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ഗവർണർ RN രവി നയപ്രഖ്യാപനത്തിന് വിസമ്മതിച്ചത്. പ്രസംഗത്തിന് മുൻപ് ദേശീയഗാനം ആലപിക്കാത്തതിലും ഗവർണർ പ്രതിഷേധിച്ചു. My repeated request and advice to show due respect to the national anthem and play it at the beginning and end of the address has been ignored. This address has numerous passages with which I convincingly disagree on factual and moral grounds. I lending my voice to them would constitute constitutional travesty. Hence, with respect to the House, I conclude my address. Wish this House a productive and healthy discussion for the good of the people. Valga Tamil Nadu, Valga Bharatam. Jai Hind, Jai Bharat. നന്ദി. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, ഈ നയപ്രഖ്യാപനം വായിക്കാതിരിക്കാൻ ഭരണഘടനാപരമായി ഗവർണർക്ക് കഴിയുമോ? സ്പീക്കർ വായിക്കുക വഴി ഇപ്പോൾ ഭരണഘടനാ പ്രതിസന്ധിയില്ല എന്ന് കരുതാമോ? വേണു, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഗവർണർ പറയുന്നത്. ഒന്ന്, നയപ്രഖ്യാപനത്തിന്റെ വസ്തുതാപരമായി പ്രസംഗത്തെ വസ്തുതാപരമായും അതുപോലെ തന്നെ ധാർമ്മികമായും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം ഗവർണർ പറയുന്നു. മറ്റൊന്ന്, ദേശീയഗാനം ആലപിച്ചില്ല, അതായത് ഈ സെഷന് മുൻപ് ദേശീയഗാനം ആലപിച്ചില്ല എന്നുള്ളൊരു കാര്യവും ഗവർണർ പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നയപ്രഖ്യാപനം ചുരുക്കി അല്ലെങ്കിൽ ആ പ്രസംഗം വായിക്കാതെ സഭയിൽ പ്രസംഗം അവസാനിപ്പിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട് നിയമസഭയുടെ സെഷനിൽ സാധാരണ നിലയിൽ അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് ആദ്യം തമിഴ് തായ്വാഴ്ത്ത് പാടും, അതിനുശേഷം സെഷൻ അവസാനിക്കുമ്പോഴാണ് ദേശീയഗാനം പാടുന്നത്. ഗവർണർ പറയുന്നത് താൻ പലതവണ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതായത് സഭ ആരംഭിക്കുമ്പോഴും അതുപോലെ തന്നെ അവസാനിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തന്റെ ഒരുപാട് കാലങ്ങളായുള്ള അല്ലെങ്കിൽ ഒരുപാട് തവണ താൻ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ അത് ഇനിയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. മാത്രമല്ല, ഈ നയപ്രഖ്യാപനത്തോട് ഈ രീതിയിലുള്ള, അതായത് വസ്തുതാപരമായും അതുപോലെ തന്നെ ധാർമ്മികമായും യോജിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വായിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമിഴിൽ പ്രസംഗം അവസാനിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. അതായത് വാഴുക തമിഴ്നാട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്. എന്തായാലും തമിഴ്നാട് നിയമസഭയിൽ മുൻപ് നമുക്കറിയാം, സെഷൻ തീരുന്നതിന് മുൻപ് ഗവർണർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം തമിഴ്നാട് നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് എന്തായാലും ഈ ഇന്നത്തെ സംഭവവികാസങ്ങൾ കൂടി ഉണ്ടാകുന്നത്. നാടകീയമായ സംഭവവികാസങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ നടന്നിരിക്കുന്നത്. എന്തായാലും ഗവർണർ വായിക്കാത്ത നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തമിഴ് പരിഭാഷ ഗവർണർ അപ്പാവു വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിയും എത്രത്തോളമാണ് അതിന്റെ നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നുള്ളത് എന്തായാലും നമുക്ക് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും വലിയ തോതിലുള്ള ഈ രീതിയിലുള്ള ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്ത ആ രീതിയിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇന്നിപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ നടന്നിരിക്കുന്നത്. വേണു. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.